നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലാ വനിതാവേദിയുടെ കലയരങ്ങിൻ്റെ ദിവസം കൂടെയാണെന്ന്, ശനിയാഴ്ച. സാധാരണയായിട്ട് ഞാൻ കലയരങ്ങിന് ഒരു പാചകക്കുറിപ്പ് എന്തെങ്കിലും, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഭവം, അതാണ് ഇന്ന് ഞാൻ പാചകക്കുറിപ്പായിട്ട് തരാൻ പോണത്. ഇന്ന് കാലത്തെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ അടുത്ത വീട്ടിലെ ഒരു പയ്യൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ പറമ്പിൽ തന്നെ കുടിക്കാൻ തന്നെ നിൽക്കുന്ന ഒരു മൂവാണ്ടൻ മാവിന്മേൽ മാങ്ങ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് 5-6 മാങ്ങ വേണമല്ലോ എന്ന് പറഞ്ഞു. പറിച്ചോളൂ, കുറച്ച് ഇവിടെയും തരണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മാങ്ങ പറിച്ചു തന്നു ആ കുട്ടി. ഒരു 10-20 മാങ്ങ ഇവിടെ തന്നു. 4-5 ആ കുട്ടിയും കൊണ്ടുപോയി. 10-20 മാങ്ങ കിട്ടിയില്ല. ഞാനതെല്ലാം പറക്കിയെടുത്ത് ഒരു കൊട്ടയ്ക്കകത്താക്കി വെച്ച് നോക്കിയപ്പോൾ അതിൽ 4-5 മാങ്ങകൾ പൊട്ടിയതാണ്. ബാക്കിയുള്ളതെല്ലാം മാങ്ങ മൂത്തിട്ടുണ്ട്, 2 ദിവസം കഴിഞ്ഞാലേ പഴുക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ 10-20 മാങ്ങകൾ എനിക്കല്ല, ഈ ഭവനത്തിലുള്ളവർക്ക് തന്നെ ഓരോരോ വിഭവങ്ങളാക്കി കൊടുത്ത് അത് കഴിപ്പിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പൊട്ടിയ മാങ്ങ ഒരെണ്ണം ഇന്നെ ചിലവാകണം, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോരും. പൊട്ടിയതല്ലേ ആദ്യം എടുക്കണ്ടേ. ആ പച്ച മാങ്ങ, നല്ല ചെനച്ച ഒരു മൂവാണ്ടൻ മാങ്ങ അല്പം പൊട്ടിപ്പോയി, അതെടുത്ത് കഴുകി തൊലിയൊക്കെ ചെത്തി അങ്ങനെ മാങ്ങ മാത്രമായിട്ട് അവിടെ വെച്ചു. എന്നിട്ട് അതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കി. ആ വിഭവമാണ് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു. ഊണിൻ്റെ കൂടെ അതെല്ലാവരും കൂട്ടി ഞാൻ ആദ്യം കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു. അതാണ് ഇപ്പം നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയാം, അതിൻ്റെ റെസിപ്പി ഞാൻ പറയാം. നല്ല ചനച്ച ഒരു മൂവാണ്ടൻ മാങ്ങ തൊലിച്ചെത്തി അവിടെ വയ്ക്കുക. തൊലിച്ചെത്തുക. അതുപോലെ ഒരു അരമുറി തേങ്ങ, പച്ച തേങ്ങ ചിരണ്ടി അതും വയ്ക്കുക. 2 പച്ചമുളക്, ഒരു 1/2 സ്പൂൺ ചുവന്ന മുളകിൻ്റെ പൊടി. കാശ്മീരി മുളക് പൊടി ഞാൻ ഉപയോഗിക്കണം, കാരണം നിറമൊക്കെ ഉണ്ട്, എരിവ് ഇത്തിരി കുറവായിരിക്കും, ആയിക്കോട്ടെ, അത് മതി. ഒരു നുള്ള ജീരകം, അതിന് വേണ്ടതായ ഉപ്പ്, പിന്നെ പോരാതെ 1 സ്പൂൺ കടുക്. 1 സ്പൂൺ, വലിയ സ്പൂണല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കണേ, ചെറിയൊരു സ്പൂൺ കടുക്. ആവശ്യത്തിനുള്ള ഉപ്പ് പറഞ്ഞത്. ഇത് കൂടാതെ കണ്ട് 2 തവി തൈര്. ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ പച്ച തേങ്ങയും മുളക് പൊടിയും ഉപ്പും ജീരകവും കടുകും 2 പച്ചമുളകും 2 കറിവേപ്പിൻ്റെ ഇല അരക്കണതിൻ്റെ കൂടെ ഇട്ട ഒരു മണോ, ഒരു ചെറിയ കറിവേപ്പിൻ്റെ തരം, ഒരുപാട് കറിവേപ്പില ഇടരുത്. അതിട്ട് അസലായിട്ട് അരയ്ക്കുക. ഉപ്പിട്ടു എല്ലാം അരപ്പെല്ലാം റെഡി. അരച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു മാങ്ങ അരച്ചിട്ട് അതവിടെ ഇരിക്കട്ടെ. നമ്മളതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വച്ചിരിക്കുകയാണ്. ഈ മാങ്ങ, ചെനച്ച മാങ്ങ തൊലി ചെത്ത് വച്ചിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? നമ്മളിപ്പോൾ എല്ലാ പച്ചക്കറികളൊക്കെ ഗ്രേപ്പ് ചെയ്തല്ലേ എടുക്കണത്. ഞാൻ ഈ മാങ്ങ ഒന്ന് അങ്ങോട്ട് ഗ്രേപ്പ് ചെയ്തു. ഗ്രേപ്പ് ചെയ്ത് ഒരു മാങ്ങ ഏകദേശം ഒരു അരമുക്ക, 2 ഭാഗം പള്ള ഭാഗം അങ്ങോട്ട് ഗ്രേപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ആ മാങ്ങ ഇതിലേക്കിട്ട് അസലായിട്ടൊന്നും അങ്ങോട്ട് ഇളക്കി. അത്രേ ചെയ്തിട്ടു. ഗ്രേപ്പ് ചെയ്തത് കാരണം മാങ്ങ പിന്നീടൊന്നും അരയ്ക്കണ്ട. ആ ഗ്രേപ്പ് ചെയ്ത മാങ്ങയും ഈ അരപ്പും എല്ലാം കൂടെ ചേർത്തു നോക്കി, അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സ്വാദുണ്ട്. ഒരു ചെറിയ വിഭവമായിട്ട് കൂട്ടാം. കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ ഭവനത്തിലെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഉണക്കച്ചോറിന് പെട്ടെന്ന് ഊണ് കഴിക്കാൻ നേരത്ത് ഇതുപോലൊരു കൂട്ടാൻ അമ്മ ഉണ്ടാക്കാറുണ്ടെന്ന്. ഇതിന് പറയുന്ന പേര്, അമ്മ പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ മാങ്ങ പച്ചടിയെന്ന്. പച്ചടി എന്ന് പറഞ്ഞാൽ വേവിക്കേണ്ട, അടുപ്പും തീയൊന്നും വേണ്ടാത്തതായ കറിയാണ് പച്ചടികൾ. ഇതപ്പം മാങ്ങ പച്ചടി. ഞാൻ ഈ പറഞ്ഞതുപോലെ മാങ്ങ ഗ്രൈൻഡ് ചെയ്തെടുത്തു. തേങ്ങയും പച്ചമുളകും ഉപ്പും എല്ലാം കൂടി ചേർത്ത്, അതിൻ്റെ റെസിപ്പി കടുക് എല്ലാം കൂടെ ചേർത്ത് അരച്ചു. 2 തവി തൈരും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഗ്രേപ്പ് ചെയ്ത മാങ്ങ അതിനകത്തേക്ക് ഇട്ടിട്ട് അസലായിട്ടൊന്നും അങ്ങോട്ട് ഇളക്കി സ്പൂൺ കൊണ്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മാങ്ങ പച്ചടി, ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ എൻ്റെ പാചകമാണ് മാങ്ങ പച്ചടി. ഞാൻ കാണിച്ചു തരാം, നോക്കൂ.
ഈ പാത്രത്തിൽ വളരെ എളുപ്പത്തിൽ തേങ്ങ ചിരണ്ടി എടുത്ത് അരയ്ക്കും. നമുക്കൊരു 10 മിനിറ്റ് പോലും വേണ്ട, അത്രയ്ക്കുള്ളത്. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച വെളിച്ചെണ്ണയുടെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് കൂട്ടാം, ഇല്ലെന്ന് വിരോധമൊന്നുമില്ല. അത് നല്ലൊരു കൂട്ടാൻ തന്നെയാണ് ഈ മാങ്ങാ പച്ചടി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവം ചെനച്ച മൂവാണ്ടൻ മാങ്ങ കൊണ്ടുള്ള മാങ്ങ പച്ചടി. നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് എനിക്കറിയാം. പല പല ഭവനങ്ങളിലും ഇതൊരു ചെറിയ വിഭവം തന്നെയാണ്. കണ്ണിമാങ്ങ തൊട്ട് മാങ്ങ കൊണ്ട് പച്ചടി ഉണ്ടാക്കുന്നത്. നാട്ടുമാവിൻ്റെ കണ്ണിമാങ്ങ വീണത് കിട്ടിയാൽ പോലും അണ്ടിയൊന്നും ഉറച്ചിട്ടുണ്ടാവില്ല. കൊച്ചു മാങ്ങ അരിഞ്ഞിട്ട് അണ്ടിയ കളഞ്ഞിട്ട് ആ തൊലിയോട് കൂടിയിട്ടിട്ടും മാങ്ങ പച്ചടി ഉണ്ടാക്കും. അതിനൊരു പ്രത്യേക സ്വാദാണ്. കണ്ണിമാങ്ങ ആകുമ്പോൾ ഒരു ചെറിയ ചവർപ്പും കൂടി ഉണ്ടാവും. അതും കൂടി ആകുമ്പോൾ അതൊരു സ്വാദാണ്. പിന്നെ ഇങ്ങനെ ഈ മാങ്ങയുടെ കാലത്ത് മാങ്ങാ പച്ചടി സാധാരണ ഭവനങ്ങളിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ദോശയ്ക്ക് ചിലർ ഈ മാങ്ങാ പച്ചടി കൂട്ടി വെച്ചിട്ട് തിരക്കടൊന്നുമില്ല. നല്ല ഒരു നേരമൊക്കെ മാങ്ങാ പച്ചടി കൂട്ടിയും ദോശ തിന്നാന്നേ. ചപ്പാത്തി ആയാലും തിന്നാൻ പറ്റുമെങ്കിൽ തിന്നാം. പുളി രസം ചിലർക്ക് ഇഷ്ടപ്പെടില്ല. തൈരിൻ്റെ പുളി, മാങ്ങയുടെ പുളി, ഇത് രണ്ടും കൂടി ചേർന്നുള്ള പുളിയൊന്നും ചപ്പാത്തിയുടെ കൂടെ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. വേണ്ട, ഇഷ്ടപ്പെടാത്തൊരു കൂട്ടണ്ട, അതന്നെ വേറെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മാങ്ങാപ്പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും ഇപ്പോഴത്തെ കാലസ്ഥിതിക്ക് അനുസരിച്ച് മൂവാണ്ട മാങ്ങ നല്ല മാങ്ങയാണ്. പഴുത്താലും തിന്നാം, പച്ചയ്ക്കും തിന്നാം, ചനച്ചാലും തിന്നാം. അത് കഴിഞ്ഞിട്ട് ഇനിയും പല പല വിഭവങ്ങൾ മൂവാണ്ടൻ മാങ്ങ മൂത്തത് കൊണ്ട് ഉണ്ടാക്കാൻ എനിക്കറിയാം. ഞാൻ ഓരോ ദിവസം ഓരോന്നായിട്ട് അങ്ങ് പറയാമെന്നേ. ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നു മൂത്ത മൂവാണ്ടൻ മാങ്ങ കൊണ്ടൊരു മാങ്ങ പച്ചടി. ഓക്കെ, ഒന്നുണ്ടാക്കി വെക്കണമല്ലോ. എല്ലാവർക്കും ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.